ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: സന്തോഷ് ജോർജ് കുളങ്ങരയെ സ്വർഗത്തിൻ്റെ അഡ്വൈസറി ബോർഡിൽ എടുക്കണം എന്നായിരുന്നു. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വീഡിയോ വീണ്ടും ഒന്നും കൂടെ കാണാൻ നോക്കിയപ്പോൾ അത് റിമൂവ് ചെയ്തുപെട്ടിരിക്കുന്നതായി കണ്ടു. ആ വീഡിയോയിൽ സന്തോഷ് ജോർജ് ഇങ്ങനെ പറയുന്നത് കേട്ടു: തെണ്ടിത്തരം കാണിക്കുന്നവനെയും തോന്നിവാസം കാണിക്കുന്നവനെയും ദൈവം ഇപ്പോൾ ശിക്ഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കുറച്ച് പഴക്കമുള്ളതാണ്, അനേകർ കണ്ടിട്ടുമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണ് കണ്ടത്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഞാൻ ഈ കേട്ട വിഷയത്തെക്കുറിച്ച് എനിക്ക് പരിചയമുള്ള ക്രിസ്തീയ സമുദായത്തിലെ ഒരു ഉന്നത വ്യക്തിയായി സംസാരിക്കാനിടയായി. അദ്ദേഹം ക്രിസ്തീയ സമൂഹത്തിലെ ഒരു ഉന്നത വ്യക്തിയും അനേകകാലം ബൈബിൾ കോളേജിൽ പഠിച്ചതുമായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യകത എനിക്ക് തോന്നിയതും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, സന്തോഷ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ? ദൈവം അപ്പോൾ തന്നെ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ എന്നെ നേരെയായേനെ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വലിയ സഭയുടെ ചുമതലയുള്ള ഈ വ്യക്തിക്ക് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ഒരടിസ്ഥാന ധാരണ പോലുമില്ലാതിരിക്കുമ്പോൾ സാധാ ക്രിസ്തീയ വിശ്വാസികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായത്. ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാനൊരു സാധാ ക്രിസ്തുവിശ്വാസിയാണ്, മതവിശ്വാസിയല്ല. ലോകത്തുള്ള അനേകം മതങ്ങൾ പോലെ ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ സന്തോഷ് ജോർജ് എല്ലാ മതങ്ങളെക്കുറിച്ച് പൊതുവായി പറയുന്നതെങ്കിലും ഞാനിവിടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം പദമദൃഷ്ടിയാൽ ശരിയാണെന്ന് തോന്നുമെങ്കിലും അതിലൊരു വലിയ അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. അദ്ദേഹം മതത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഞാനിവിടെ ദൈവം എന്തുകൊണ്ട് ഉടനടി ശിക്ഷ തരുന്നില്ല എന്നതിനെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ദൈവം അപ്പോൾ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഈ ലോകത്താരെങ്കിലും ബാക്കി കാണുമായിരുന്നു? ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഒരു പാപവുമില്ലാത്തവരാരുമില്ല. സഭാപ്രസംഗി 7:20 ഇങ്ങനെ പറയുന്നു: പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ഇദ്ദേഹം സ്വയം നീതിയിലാ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും ഒരു തെറ്റും പോലും ചെയ്തിട്ടില്ലാത്ത ആളെപ്പോലെ നീതിമാനെന്ന് സ്വയം വിശ്വസിക്കുകയും അദ്ദേഹം മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് ദൈവം ശിക്ഷ ഉടനെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏതാ തെറ്റ് ഏതാ ശരിയെന്ന് ഇദ്ദേഹം തന്നെ തീരുമാനിക്കുന്നു. ഇതിനാണ് സ്വയം നീതി എന്ന് പറയുന്നത്. ഒരുപാട് ലോകം കണ്ടതുകൊണ്ട് ദൈവത്തെ വരെ പഠിപ്പിക്കാനുള്ള പ്രാപ്തി നേടിയിരിക്കുന്നു എന്ന് സ്വയം ചിന്തിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ക്രിസ്തീയ മതത്തിനകത്ത് അനേകം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സഭാ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിനു പുറകിൽ കച്ചവട താൽപ്പര്യങ്ങളുണ്ടാകാം. ഇത് യേശുവോ അപ്പോസ്തലന്മാരോ ചെയ്തതോ പഠിപ്പിച്ചു തന്നതോ ആയ കാര്യങ്ങളല്ല. ക്രിസ്തീയ മതത്തിലെ പല കാര്യങ്ങളും വചനത്തിന് വിപരീതമാകയാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളോട് യോജിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേക കാര്യങ്ങളിൽ വളരെ പാണ്ഡിത്യമുണ്ടെങ്കിലും വീട്ടിലുള്ള വേദപുസ്തകം പഠിക്കുവാനോ ഗ്രഹിക്കുവാനോ സാധിച്ചു എന്ന് കരുതുന്നില്ല. വേദപുസ്തകം ഗ്രഹിക്കണമെങ്കിൽ ദൈവം തന്നെ ഗ്രഹിക്കുവാനുള്ള ഹൃദയം തുറന്നു കൊടുക്കണമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ മർമ്മം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇദ്ദേഹം വലിയ ജ്ഞാനിയായതുകൊണ്ട് ഇദ്ദേഹത്തിന് ദൈവവചനം ഗ്രഹിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല ക്രിസ്തീയ മതത്തിന് കീഴിലുള്ളവരുടെയും ഇതേ അവസ്ഥയാണ്. അനേക നാളത്തെ ക്രിസ്തീയ പാരമ്പര്യം പറയാമെങ്കിലും യേശുക്രിസ്തു ഈ ലോകത്ത് വന്നതും കുരിശിൽ മരണമേറ്റതും എന്തിനാണെന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പല ക്രിസ്ത്യാനികൾക്കും അറിവില്ല. എൻ്റെ ഒരു സ്നേഹിതൻ എല്ലാ വർഷവും 50 നോയമ്പ് കൃത്യമായി ആചരിക്കുകയും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നിർബന്ധമായും നടത്തുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്തോ ഒരു ശക്തി ഈ ലോകത്തുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. 60 വയസ്സ് പ്രായമുള്ള അദ്ദേഹം പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടേയില്ല. എന്തോ ഒരു ശക്തിയുണ്ടെന്ന് മാത്രമാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെയാണ് അനേക ക്രിസ്ത്യാനികളുടെ അവസ്ഥ. ഒരു കെട്ടുകഥ പോലെ ദൈവത്തെ വിശ്വസിക്കുകയും ഒരു ചടങ്ങിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്നു. ചടങ്ങുകൾ ഒന്നും ചെയ്തില്ല എങ്കിൽ ദൈവം ശിക്ഷിക്കുമെന്ന് ഒരു ഭയവും ഉള്ളിലുണ്ട്. ദൈവത്തെയോ ദൈവത്തിൻ്റെ സ്നേഹത്തെയോ അവർക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് ദൈവം എന്തുകൊണ്ടാണ് ഉടനടി ശിക്ഷ നൽകാത്തത് എന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവം സ്നേഹമാണ്. നമ്മൾ മാനസാന്തരപ്പെട്ട് രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷ താമസിക്കുന്നത്. ദൈവം ഏത് കൊടിയ പാപിക്കും രക്ഷ നൽകുവാൻ വേണ്ടിയാണ് തൻ്റെ പ്രിയപുത്രനായ യേശുവിനെ ഈ ലോകത്തേക്ക് അയച്ചത്. സന്തോഷ് ജോർജ് കുളങ്ങര സ്വർഗത്തിൻ്റെ അഡ്വൈസറി ബോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് യേശുവിലൂടെ അവിടെ രക്ഷ സാധ്യമാകത്തിയതായിരുന്നു. അദ്ദേഹം പറഞ്ഞേനെ, പാപികളെ സ്നേഹിക്കേണ്ട, രക്ഷിക്കേണ്ട, എല്ലാവരും കൊന്നുകളഞ്ഞേക്ക്, യേശുവിനെ ഭൂമിയിലേക്ക് അയക്കേണ്ട എന്ന് ദൈവത്തോട് പറഞ്ഞേനെ. നമ്മളിൽ പലരും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ ശിക്ഷ നടപ്പാക്കുകയും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവം ഒരു ജഡ്ജിയല്ല, നമ്മുടെ പിതാവാണ്.
തൻ്റെ പ്രിയപുത്രനെ പാപികളായ നമ്മുടെ രക്ഷയ്ക്കായി കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പിതാവാണ്. തൻ്റെ പ്രിയപുത്രനെ തുല്യമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പിതാവായ ദൈവവും പുത്രനായ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുവാൻ സാധിക്കത്തുള്ളൂ. വ്യക്തിപരമായ ബന്ധമില്ലായെങ്കിൽ നമ്മൾ വെറും മതവിശ്വാസിയായിട്ട് സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റവരുടെ കണ്ണിലെ കരട് നോക്കി അവരെ വിധിച്ചുകൊണ്ടിരിക്കത്തേയുള്ളൂ. ചിലർ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ വിധിക്കാം. പക്ഷെ ദൈവവചനം പറയുന്നത് സകലരും പാപം ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നിൽ പാപമില്ല എന്ന് പറയുന്നവൻ കള്ളനാകുന്നു എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ ഞാൻ വേദപുസ്തകത്തിലെ വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യേശു എന്താ പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവളെ രക്ഷിക്കാനാണ് യേശു ആഗ്രഹിച്ചത്. ഇതുപോലെ തന്നെ എല്ലാ പാപികളെക്കുറിച്ചും യേശു അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷ് ജോർജ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നെങ്കിൽ വ്യഭിചാര കുറ്റത്തിന് പിടിച്ച ആ സ്ത്രീയെ രക്ഷിക്കുവാൻ സമ്മതിക്കുമായിരുന്നു. പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ഒരു രഹസ്യവും മറയ്ക്കാൻ സാധിക്കാത്ത യേശുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സന്തോഷ് ജോർജിന് കല്ലെറിയുവാൻ സാധിക്കുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. യേശു പറഞ്ഞു 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ഇങ്ങനെ പറഞ്ഞതിൻ്റെ മർമ്മം ഇപ്പോൾ തന്നെ ദൈവം ശിക്ഷ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. ശത്രുവിനെ സ്നേഹിക്കാനും അവന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കുവാനും അവനുവേണ്ടി പ്രവർത്തിക്കുവാനും നമ്മളോട് പറയുന്ന ഈ ദൈവത്തെ ലോകജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പല കാര്യങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ള ഒളിയമ്പുകളാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ലോകപരിചയമുള്ള വ്യക്തിയും ലോകപരമായി വളരെ വിജയിച്ചിട്ടുള്ള വ്യക്തിയുമായതുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച പല കാര്യങ്ങൾ അനേകരുടെ ക്രിസ്തീയ വിശ്വാസം സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടായത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ യേശുവിനെ വ്യക്തിപരമായി അറിയണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളൊരിക്കൽ ന്യായവിധി ദിവസത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കും. അന്ന് നിങ്ങൾക്ക് ദൈവത്തോട് ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. നല്ല ലോകപരിചയമുള്ള ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ദൈവത്തിന് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് അന്നാളിൽ നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, പൗലോസ് പറഞ്ഞതുപോലെ അനേകർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസിയെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ വീണുപോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. വെറുതെ തുറന്നു കിട്ടുന്ന ഏതെങ്കിലും ഒരു വചനം വായിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ വളരെ വിവേകിയും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവനായെന്ന മനോഭാവത്തോടെ പഠിക്കുവാൻ ശ്രമിക്കരുത്. അങ്ങനെയുള്ളവർക്ക് ദൈവം തൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി തരത്തില്ല. ദൈവത്തെ വ്യക്തിപരമായി അറിയുക എന്ന ആഗ്രഹത്തോടെ ചെല്ലുന്നവർക്ക് മാത്രമേ തൻ്റെ വചനം തുറന്നു കൊടുക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് അത് ഗ്രഹിക്കുവാൻ സാധിക്കില്ല. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയാകത്തില്ല, മറിച്ച് നമ്മൾ ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമാകുവാനേ സാധിക്കത്തുള്ളൂ. സഹോദരന്മാരെ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് യേശുവിനെ വ്യക്തിപരമായി അറിയുക. നാളെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഞാനൊരു പാപിയാണെന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏവർക്കും യേശുവിലൂടെ പാപമോചനവും രക്ഷയുമുണ്ട്. യേശുവിലുള്ള രക്ഷ സൗജന്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ എങ്ങും പോകുകയോ പള്ളിക്ക് 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ വരാം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ പള്ളിയിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരാനെന്ന് യേശു പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ കൈവേലയായ ക്ഷേത്രങ്ങളിൽ ഞാൻ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17:24 പറയുന്നു. അതുപോലെ തന്നെ പണം കൊടുക്കുന്ന കാര്യത്തിൽ യേശു ധനവാനോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അല്ലാതെ എനിക്ക് കൊണ്ടുതരാനോ പള്ളി കൊണ്ടിടാനോ അല്ല യേശു പറഞ്ഞത്. പള്ളിക്ക് പൈസ കൊടുക്കണ്ട എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിലുള്ള ആ പാവപ്പെട്ടവൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കാതെ പള്ളിയിലെ പെരുന്നാൾ നടത്താനും നിങ്ങളുടെ ബിഷപ്പിന് ഫിഷ് മോളി ഉണ്ടാക്കി കൊടുക്കാനും സെൻട്രൽ പാസ്റ്ററിന് കരിമീൻ പൊള്ളിച്ചത് കൊടുക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. നിങ്ങൾ ആർക്ക് കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ആശയം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 40-ാം വാക്യം. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇവിടെ ഞാൻ ദൈവവേലയ്ക്ക് കൊടുക്കണ്ട എന്ന് അർത്ഥമാക്കുന്നില്ല. ദൈവവേലയ്ക്ക് നിങ്ങൾ കൊടുക്കണം, നിർബന്ധത്താലല്ല, സന്തോഷത്തോടെ കൊടുക്കണം. വലൻകൈ കൊടുക്കുന്നത് ഇടംകൈ അറിയരുത്, രഹസ്യത്തിൽ കൊടുക്കണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഞാനിവിടെ യേശു പറഞ്ഞ പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 18:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാരെന്ന ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാരനും നീതികെട്ടവരും വ്യഭിചാരികളും മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലായികാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുകയും നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു.
ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അവനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വയം നീതിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാകുന്നു ഞാൻ ഈ ഉപമ ഇവിടെ വാഴിച്ചത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.